ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നൊരു ബീഫ് കറിയാണ്. രാവിലെ കാപ്പിക്ക് പുട്ടിൻ്റെ കൂടെ ബീഫ് ഒരു കോമ്പിനേഷൻ അല്ലേ. എന്നാൽ പിന്നെ രാവിലെ പപ്പ ബീഫും വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കുന്ന രീതി കുക്കറിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ അമ്മ പെട്ടെന്ന് തന്നെ നമ്മുടെ കഴുകി വെച്ച ബീഫിനകത്തോട്ട് അതിൻ്റെ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് തിരുമ്മി മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്കർ അടുപ്പിൽ വെച്ച് അതിനകത്തൊരു വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകും ഉലുവയും എല്ലാം കൂടി ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ കുറച്ച് മുളകും കൂടെ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്, പച്ചമുളകും കൂടെ ചേർത്ത് അതെല്ലാം കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് അതൊരു ബ്രൗൺ കളർ ആയപ്പോഴത്തേക്ക് തേങ്ങാക്കൊത്തിട്ട ബീഫ് കറിയാണ് നല്ലത്, എനിക്കിഷ്ടം അതാണ്. അങ്ങനെ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് അതും ഒരു ബ്രൗൺ കളറായി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ ചെറിയുള്ളിയും സവാള രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ആ സവാള ഒന്ന് വഴണ്ട് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി മസാല ഇട്ട് തിരുമ്മി മാറ്റി വെച്ചിരുന്ന ബീഫ് അതിനകത്തോട്ടിട്ട് നല്ല രീതിയിലൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി ഒരു 3-4 ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ സവാള എല്ലായിടത്തും ഒന്ന് ഇതായി ആ വെളിച്ചെണ്ണയുടെ ഇത് വന്നിട്ട് അതൊരു പ്രത്യേക മണോ അതിൽ. അങ്ങനെ നേരെ അടച്ചു വെച്ചിരുന്നാൽ മതി. ഒരു 6 വിസിലടിക്കുമ്പോഴത്തേക്ക് ബീഫ് റെഡി. അതിൻ്റെ ഒരു പണി മാത്രമേ ഉള്ളൂ. ഒരു 6 വിസിലടിച്ചതുണ്ട നല്ല അടിപൊളി ഗ്രേവിയുള്ള ബീഫ് കറി. എന്നാൽ പിന്നെ നമുക്ക് പുട്ട് കഴിക്കാം. അങ്ങനെ പുട്ടും ബീഫും പപ്പടം സൂപ്പർ.